എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി പയർ കത്തി ഉപയോഗിക്കാതെയാണ് മുറിച്ചെടുക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ ഒരു രീതിയിലായിരുന്നു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ചെറിയ 2 കെട്ട് പയർ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി ഇതൊന്ന് കൈകൊണ്ട് ഒടിച്ചെടുക്കാം. കുറച്ച് മൂപ്പ് കുറഞ്ഞ പയറൊക്കെ കൈകൊണ്ട് ഒടിച്ചാണ് എടുക്കുന്നത്. കുറച്ച് മൂത്ത പയറിൻ്റെ അകത്തെ പയറുമണികൾ ഇതുപോലെ പൊളിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് നടുവേ കീറിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് കറിവേപ്പില. കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ട മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ഒടിച്ചു വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം. ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകളും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിനി ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഈ കറി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് കറി റെഡിയായിട്ട് വരും. പയർ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവർ അടുത്ത പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. ഈ രീതിയിൽ മെഴുക്കുവരട്ടി വെച്ചാൽ പയറിന് ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.